അത് എടുത്തൊക്കെ പോന്നെ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ എന്ന് പറയുന്നത് ശരിക്കും കഴിഞ്ഞിട്ട് ഒരു മാസം 2 മാസമായിട്ടായി. ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം ഇപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു പോസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഏതായാലും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി വോയിസ് ഓവറല്ലേ കൊടുക്കണ്ടു, ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഓരോ വീഡിയോസും ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ മോട്ടിവേഷൻ ക്ലാസ്, പിന്നെ അതേപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസ്, പിന്നെ ചാലഞ്ച്, നമ്മളെ സെൽഫ് ചാലഞ്ച്, പിന്നെ അത് സെൽഫ് ലവ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ചാലഞ്ചും കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. പക്ഷേ മോട്ടിവേഷൻ വീഡിയോസിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇത് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാനൽ. ഇൻഷാ അല്ലാഹ് വരുന്ന ഓരോ ദിവസവും മാക്സിമം മോട്ടിവേഷൻ വീഡിയോസും ചാലഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോസൊക്കെ വരുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ അതിനെ ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് മാക്സിമം നമുക്ക് ചാലഞ്ചസ് കൊണ്ടുവരാം, നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുക, എങ്ങനെയാണ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ലൈഫ് അടുക്കും ചിട്ടയായിട്ട് കൊണ്ടുവരേണ്ടത്. ചില ആൾക്കാരുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പക്ഷെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ, ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വരുന്ന ഓരോ വ്ളോഗിലോ അല്ലെങ്കിൽ വീഡിയോസിലോ ഞാൻ പറയാം കേട്ടോ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മൾ ബർത്ത്ഡേ നടക്കുന്ന വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ കേട്ടോ. അതായത് ഫാമിലിയിലെ എല്ലാ ആൾക്കാരുണ്ടെങ്കിലും ഒരു ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ. അതുകൊണ്ട് വലിയതായിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇതാണെങ്കിൽ എങ്ങനെയും ആ ചുമരിൽ നിൽക്കുന്നില്ല, ഒരുപാട് ട്രൈ ചെയ്തു നിൽക്കുന്നില്ല. പിന്നെയും നമ്മൾ എല്ലാം സെറ്റായെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും താഴേക്കും, പിന്നെയും സെറ്റാക്കും, പിന്നെയും താഴേക്കും, ഇതൊക്കെയാണ് നടന്നത്. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി എന്ന് വിചാരിച്ചപ്പം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം താഴെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കസിൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ശരിയാക്കുക, അപ്പോൾ എല്ലാം നിങ്ങളാക്കിയോണ്ട. അപ്പോൾ അങ്ങനെ നോക്കി, എന്നിട്ടും താഴേക്ക് തന്നെയായിരുന്നു. പലതും നോക്കി, സെലോ ടേപ്പ് പൊട്ടിച്ച് ഡബിൾ സൈഡ് ടേപ്പ് പലതും നോക്കി. പിന്നെ തുണി കെട്ടിയിട്ട് നോക്കി, എങ്ങനെയും ആവുന്നില്ല. എന്താണെന്നറിയില്ല. എന്തൊക്കെയോ നമ്മൾ അത് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ വെച്ചിട്ട് അവിടെ ഒട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ലാസ്റ്റ് ടാബിൾ ഇതേപോലെ ചുമരിന് ചാരി വെച്ചിട്ട് അതിൽ ബലൂൺ ഇട്ടിട്ട് ഇതേപോലെ നടുക്ക് ബർത്ത്ഡേ ഗേളിനിരുത്തി എന്നിട്ട് കട്ട് ചെയ്തു. ഇങ്ങനെയാണ് ലാസ്റ്റ് ചെയ്തത്. ഇതെങ്ങനെ ആയത് അൽഹംദുലില്ലാ. കാരണം അത്രത്തോളം ഒരുപാട് സമയം നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു ഇതായിരുന്നു ഏറ്റവും ബെറ്റർ, ഇങ്ങനെയെങ്കിലും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും കൂട്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ബലൂണ് പൊട്ടിക്കുക എന്നുള്ള മത്സരത്തിലാണ് കുട്ടികൾ. ഓരോ ബലൂൺ എടുക്കുക, പൊട്ടിക്കുക, പിന്നെ ഓരോ കുട്ടികൾ അതിൻ്റെ ഒച്ച ഇട്ടിട്ട് കരയുക, പിന്നെയും പൊട്ടിക്കുക. പിന്നെ അത് രസമായി. ഇത് എല്ലാവരും കൂടി വലിയ ആൾക്കാരും കൂടിയിട്ട് പിന്നെ പൊട്ടിക്കാൻ തുടങ്ങി.
ഇതൊരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.